ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹിമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 ഹിസ്റ്ററിയിലെ മാപ്പുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, +2 ഹിസ്റ്ററിയെ അപേക്ഷിച്ച് +1 ഹിസ്റ്ററി മാപ്പ് കുറച്ച് റിസ്ക് ഉള്ളതാണ്. കാരണം +2 ഹിസ്റ്ററിയിലെ മാപ്പ് ഇന്ത്യയുടെ മാപ്പ് മാത്രമേ തരുന്നുള്ളൂ എങ്കിൽ +1 ഹിസ്റ്ററിയിൽ വേൾഡ് മാപ്പ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഒന്നും കൂടെ വൈഡായിട്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു വാസ്തവമായ സത്യം. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഹിമാക്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങളുടെ എക്സാം ശനിയാഴ്ചയാണ്. എല്ലാവരും ഭംഗിയായിട്ട് എക്സാം എഴുതുക. അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഇതിനെ ചുവടെ കൊടുക്കുന്നുണ്ട്, ചോദിക്കാനുള്ള അവസരമുണ്ട്. നോട്ട് വേണമെങ്കിൽ അത് ചോദിക്കാം, നിങ്ങൾക്ക് അതിനുള്ള അവസരവും വാട്സപ്പിലൂടെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ മാപ്പിലേക്ക് പോവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാപ്പിനെ കുറിച്ച് ആദ്യം ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, +1 ഹിസ്റ്ററിയിലെ മാപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ലാൻഡ് മാർക്ക് അതിൽ നിർബന്ധമാണ്. എപ്പോഴും ലാൻഡ് മാർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ, ഇപ്പൊ നമ്മള് ഫ്രണ്ട് വീട്ടിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലത്ത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ദുബായ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ലാൻഡ് മാർക്കാണ് ബുർജ് ഖലീഫ, അല്ലെ? അതുപോലെ തന്നെ ആഗ്രയെ താജ്മഹൽ. ഇങ്ങനെ ഓരോ സ്ഥലത്തെയും നമുക്ക് ലാൻഡ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. തിരുവനന്തപുരം, അവിടെ സെക്രട്ടേറിയറ്റ്. ഇനിയിപ്പോ മലപ്പുറം ആണെങ്കിൽ മലപ്പുറത്ത് കോട്ടക്കുന്ന്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ലാൻഡ് മാർക്ക് ചെയ്യാനായിട്ട് വരും നമുക്ക്. അങ്ങനെ വേൾഡ് മാപ്പിൽ നമ്മൾ ഏറ്റവും ലാൻഡ് മാർക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യം തന്നെയാണ്. ഏറ്റവും ചുവടെയായിട്ട് നമ്മുടെ രാജ്യം ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നുണ്ടാവും. ആ ഒരു ഭാഗത്തെ എപ്പോൾ നമ്മൾ ലാൻഡ് മാർക്ക് ആക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മളെ മനസ്സിലെപ്പോഴും ഇന്ത്യ എന്ന രാജ്യത്തെ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരാം മാപ്പിൽ. അതിന്റെ ഏത് ഭാഗത്താണ് നമ്മൾ പഠിക്കുന്ന സ്ഥലം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠനം മുൻപോട്ട് പോകാൻ. ഓരോ വൻകരകൾ പഠിക്കുന്ന ഏറ്റവും ബെറ്റർ നമുക്കുള്ള ആ ഏരിയ ഏതാണ്, നമുക്ക് വേണ്ട പോയിന്റ് ഏതാണ്, ആ പോയിന്റിനെ പഠിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണെന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കാര്യങ്ങൾ ഈസി ആവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ മാപ്പിലേക്ക് പോവാം ഇനി. ഓക്കെ, നിങ്ങൾ എൻ്റെ ബാക്കിലായിട്ട് സ്ക്രീന് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ആ സ്ക്രീനിൽ വേൾഡ് മാപ്പാണ് നമ്മളതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ, മാക്സിമം 5 ചാപ്റ്ററിൽ നിന്നൊക്കെയാണ് കൂടുതൽ നമുക്ക് മാപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ളത്, അതിൻ്റെ മുകളിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ ചാപ്റ്റർ, എഴുത്തുവിദ്യയും നഗരജീവിതവും എന്നുള്ള ഭാഗത്ത് നിന്നും പ്രധാനപ്പെട്ടതായിട്ട് മാരി, യൂഫ്രട്ടീസ്, ഉറൂക്ക്, ഉർ, ടൈഗ്രീസ്, ബാബിലോൺ എന്നീ പറയപ്പെടുന്ന ഏകദേശം 6 പ്രദേശങ്ങളാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അത് ഇന്ത്യയുടെ ഏതു ഭാഗത്താണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ സോൾവ് ആവും. ഇതാണ് ഇന്ത്യ, ഇവിടെയാണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യയുടെ ഏകദേശം ഈ വശത്തായിട്ട് നോക്കൂ നിങ്ങൾ, ഇവിടെയായിട്ടാണ് ഈ പറഞ്ഞ 6 പ്രദേശങ്ങളും കിടക്കുന്നത്. അപ്പോൾ ടൈഗ്രീസ്, ബാബിലോൺ, യൂഫ്രട്ടീസ്, മാരി, അതുപോലെ തന്നെ ഉർ, ഈ 6 പ്രദേശങ്ങളും ഏകദേശം ഇന്ത്യയുടെ ഏതു ഭാഗത്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിട്ട് പോകാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് രണ്ടാം ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാം ചാപ്റ്ററിലേക്ക് പോവാം. മൂന്നാം ചാപ്റ്ററിൽ ഒന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം റോം തന്നെയാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണെന്നുള്ളതാണ് ചോദിക്കുക. ഇന്ത്യ എവിടെയെന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇന്ത്യയുടെ ഏതു ഭാഗത്താണ് റോമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാപ്പിൽ നിന്നുള്ള ഭാഗം കിട്ടും. ഇന്ത്യ ഇവിടെയാണുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഇത്രയും ഭാഗം മുൻപോട്ട് പോയി നമ്മൾ മുൻപ് പറഞ്ഞ എല്ലാ ബാബിലോണിയ അടക്കമുള്ള ഭാഗം ഇവിടെയായിരുന്നു. അവിടുന്ന് ഒന്നും കൂടെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഏരിയയിലാണ് ഈ പറഞ്ഞ റോമയുടെ തലസ്ഥാനം ഉള്ളത്. ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയൊക്കെ ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് മനസ്സിലാക്കാം വൻകരകളും ഒക്കെ തേടിയിട്ട്, അപ്പോഴേക്കും നമുക്ക് എന്താവില്ല ഒക്കെ പാടെ മൈൻഡിൽ നിന്നോളണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ബേസിൽ പറഞ്ഞു പോകുന്നത്. ഇനി മെഡിറ്ററേനിയൻ കടലാണ്. ഇതും മൂന്നാം ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. മെഡിറ്ററേനിയൻ കടൽ, റോമ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം മെഡിറ്ററേനിയൻ കടൽ, യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന കടൽ മെഡിറ്ററേനിയൻ ആണ്. സിറിയയെയും സ്പെയിനെയും വേർതിരിക്കുന്നതും മെഡിറ്ററേനിയൻ ആണ്. അപ്പോൾ മെഡിറ്ററേനിയൻ കടൽ ഇപ്പോൾ ചോദിച്ചുകൂടായില്ല. മെഡിറ്ററേനിയൻ കടൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ബാബിലോണിയ കഴിഞ്ഞ് ഏകദേശം
റോമിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു ഒഴിഞ്ഞ സ്ഥലം കണ്ടു നമ്മളിവിടെ. ഇവിടെയാണ് മെഡിറ്ററേനിയൻ കടൽ കിടക്കുന്നത്. കടൽ ചോദിച്ചാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒന്നും കടൽ വരില്ല, ഇതൊന്നും കടലല്ല, ഇതൊക്കെ കരയാണ്, ഇവിടെയൊക്കെ കരയാണ്. കടൽ ചോദിക്കുകയാണെങ്കിൽ കടൽ ഇവിടെ കടലാണ്, അതുപോലെ തന്നെ ഇവിടെ കടലാണ്, ഇങ്ങനെ ഒഴിഞ്ഞ് നിൽക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ ഭാഗം ഇവിടെയൊക്കെ കടലാണ്. ഇതൊക്കെ കടലായിട്ട് നദിയായിട്ടും പറയപ്പെടും. അപ്പോൾ ഇവിടെയൊക്കെയാണ് കടൽ വരുള്ളൂ. അതല്ലാതെ കടൽ ഒരിക്കലും ഉൾഭാഗത്ത് കരയുടെ ഭാഗത്താരും ദയവേത് കടൽ എഴുതി നോട്ട് ചെയ്ത് വെക്കരുത്. ഓക്കെ, മൂന്നാം ചാപ്റ്ററിൽ ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഒന്ന് റെയിൻ, അതുപോലെ തന്നെ ഡാന്യൂബ് എന്ന് പറയുന്ന ഭാഗം. ഇന്ത്യ ഏകദേശം ഉള്ള എവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇന്ത്യ നമ്മൾ എപ്പോഴും തിരയണം, ഇന്ത്യ എവിടെയാണുള്ളത്. ഇന്ത്യയിൽ നിന്ന് ശേഷം ഈ ഭാഗത്തായിട്ടാണ് ഇത് രണ്ടും ഉള്ളത്. റെയിൻ, ഡാന്യൂബ് എന്ന് പറയുന്ന ഈ രണ്ട് പ്രദേശങ്ങളും കിടക്കുന്നത് ഇവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകേണ്ടതായിട്ട് നമുക്ക് റോം സാമ്രാജ്യത്തിൻ്റെ വടക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദികളാണ് റെയിൻ ആൻഡ് ഡാന്യൂബ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കണം. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ ചോദിക്കുന്ന മറ്റൊന്ന് റോമ സാമ്രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ. റോമൻ സാമ്രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണെന്നുള്ളത് ചോദിച്ചുകൂടായില്ല. റോമ സാമ്രാജ്യത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് സഹാറ എന്ന് പറയുന്നത്. ആ സഹാറ കിടക്കുന്നത് ഏകദേശം നമുക്ക് മനസ്സിലാക്കി വെക്കാം ഇവിടെയാണുള്ളത്. ഇന്ത്യ ഇവിടെയാണ് സഹാറയുള്ളത് കേട്ടോ, അത് മറക്കരുത്. സഹാറയെക്കുറിച്ച് പറയാനുള്ളത് അതാണ്. ഈ നോക്കൂ നിങ്ങൾ, റോമ സാമ്രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. റോമൻ സാമ്രാജ്യം ഏത് ഭാഗത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആണെങ്കിലും റോമയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാം ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഒന്ന് കരിങ്കടൽ, മറ്റൊന്ന് അഡ്രിയാറ്റിക് കടൽ, മറ്റൊന്ന് കാസ്പിയൻ കടൽ എന്ന് പറയുന്നത്. ഇത് മൂന്നും ഏകദേശം ഒരേ ഏരിയയിൽ തന്നെ വരുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം ഇന്ത്യയെ കണ്ടെത്തുക ലാൻഡ് മാർക്കായിട്ടുള്ള. അതിനുശേഷം ഇവ ഈ ഒരു ഏരിയയിലാണ്, റോമയുടെയും ബാബിലോണിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് അഡ്രിയാറ്റിക് കടലും അതുപോലെ തന്നെ കരിങ്കടലായാലും ഒക്കെ വരുന്നതെന്നുള്ളത് ആ ഒരു മൈൻഡിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ടൊന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കരിങ്കടൽ, അഡ്രിയാറ്റിക് കടൽ, കാസ്പിയൻ കടൽ എന്നിവയാണ് ഈ പറയപ്പെട്ടതിലുള്ളത്. ഓക്കെ, ഇനി മൂന്നാം ചാപ്റ്റർ ചോദിക്കുന്ന മറ്റൊന്ന്, ഇതൊക്കെ മൂന്നാം ചാപ്റ്ററായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഒന്നാണ് കേട്ടോ. അതിലൊന്ന് സ്പെയിനാണ്, മറ്റൊന്ന് കാർത്തേജ് എന്ന് പറയുന്ന ഭാഗമാണ്, മറ്റൊന്ന് അലക്സാൻഡ്രിയ, അതുപോലെ തന്നെ ആൻറ്റിയോക്ക് എന്ന് പറയുന്ന ഭാഗം. ഇത് എവിടെയാണുള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് പോകാം. ഒന്ന് ഇന്ത്യയെ തന്നെ നമുക്ക് ലാൻഡ് മാർക്കാക്കി വെക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ശേഷം ഈ ഭാഗത്താണ് ഈ പറയുന്ന ആൻറ്റിയോക്ക് വരുന്നത്. ഇന്ത്യയുടെ ഈ ഭാഗത്താണ് സ്പെയിന് വരുന്നത്. ഇതിൻ്റെ തൊട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആൻറ്റിയോക്ക് അതുപോലെ തന്നെ സ്പെയിൻ എന്നീ പറഞ്ഞ രണ്ട് പ്രദേശങ്ങളുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് എതിർവശത്തായിട്ട് തന്നെയാണ് അലക്സാൻഡ്രിയ, കാർത്തേജ് എന്നിവ ഉള്ളത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി പറയാനുള്ളത് നാലാം ചാപ്റ്ററായിട്ടുള്ള മധ്യകാലഘട്ടത്തിലെ സാംസ്കാരിക രൂപീകരണത്തിൻ്റെ ആ ഒരു ചാപ്റ്ററാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മക്ക തന്നെയാണ്. മക്ക എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ആദ്യം ഇന്ത്യയെ കണ്ടെത്താം. ഇന്ത്യ എവിടെയാണ്? മക്കേശം ഈ ഒരു ഏരിയയിലാണ്. നമ്മൾ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് മക്ക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഷയം അവിടെ അവസാനിക്കും. നോക്കൂ നിങ്ങൾ, ഇനി മക്കയെക്കുറിച്ച് എന്തൊക്കെ ക്വസ്റ്റ്യനുകൾ വരാം. ഇസ്ലാമിക ലോകത്തെ മതകേന്ദ്രമാണ് മക്ക. കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. മുഹമ്മദിൻ്റെ ജന്മദേശം. മുഹമ്മദ് മദീനയിലേക്ക് ഹിജ്റ യാത്ര ആരംഭിച്ച സ്ഥലവും മക്കയാണ്. ഇങ്ങനെ 4 ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഹിസ്റ്ററിയുടെ പാഠപുസ്തകത്തിൽ മക്കയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ നാലാം ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊന്നാണ് മദീന. മക്ക എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ മദീനയും അടയാളപ്പെടുത്തിക്കൂടാ. മക്കയെ അടയാളപ്പെടുത്തിയ അതേ ഏരിയയിൽ തന്നെ മദീന നമുക്ക് അടയാളപ്പെടുത്താം. കണ്ടോ, ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ നേരത്തെ മക്ക അടയാളപ്പെടുത്തിയത്. അവിടെ തന്നെ ആയിരിക്കും
മദീനയും വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇസ്ലാമിക സാമ്രാജ്യത്വ ഭരണകേന്ദ്രമായിട്ടാണ് മദീനയെ പറയപ്പെടുന്നത്. മുഹമ്മദ് ഹിജ്റ യാത്രയിൽ എത്തിച്ചേർന്ന സ്ഥലവും മദീനയാണെന്നുള്ളത് മറക്കരുത്. ഇനി 4-ാം ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മറ്റു 2 സ്ഥലങ്ങൾ, ഒന്ന് ജെറുസലേമും മറ്റൊന്ന് ബഗ്ദാദുമാണ്. എന്താണ് ജെറുസലേമിൻ്റെ പ്രത്യേകത? കുരിശ് യുദ്ധത്തിന് കാരണമായ സ്ഥലം, ആ സ്ഥലം ജെറുസലേമാണ്. കുരിശ് യുദ്ധത്തിന് കാരണമായ സ്ഥലം ജെറുസലേമാണ്. 3-ാമത്തത് ബഗ്ദാദ്. എന്താ പ്രത്യേകത? അബ്ബാസിദ് തലസ്ഥാനമായിട്ടാണ് ബഗ്ദാദിനെ പറയപ്പെടുന്നത് എന്നുള്ളതും മറക്കരുത്. ഈ 2 പ്രദേശങ്ങളും ഇന്ത്യ ഇവിടെയാണെങ്കിൽ ഈ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത് എന്നുള്ളത് മറക്കരുത്. മക്കയുടെ കുറച്ചുകൂടി മുകളിലേക്ക് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ മാർക്കാക്കാനായിട്ട് പറ്റും നമുക്ക്. ഓക്കെ, ഇനി ചെങ്കടൽ, അതുപോലെ തന്നെ ഖുറാസാൻ. ചെങ്കടൽ മുൻപ് പറഞ്ഞിരുന്നു നമ്മൾ, എങ്കിൽ ഒന്നും കൂടെ ചെങ്കടൽ നമ്മൾ പറഞ്ഞിട്ട് പോവുകയാണ്. എന്താണ് ചെങ്കടലിൻ്റെയും ഖുറാസാൻ്റെയും പ്രത്യേകത? ചെങ്കടൽ അറേബ്യൻ പ്രദേശത്തിനും ആഫ്രിക്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലാണ് ചെങ്കടൽ. ഖുറാസാൻ്റെ പ്രത്യേകത, അബ്ബാസ് വിപ്ലവം ആരംഭിച്ച സ്ഥലമാണ് ഖുറാസാൻ എന്ന് പറയുന്നത്. അബ്ബാസികൾ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിപ്ലവം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഏരിയയാണ് ഖുറാസാൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇന്ത്യ ഇവിടെയാണെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ടാണ്. മക്ക നമ്മൾ അടയാളപ്പെടുത്തിയ ഇവിടെയാണെന്നുള്ളത് മറക്കരുത്. അതിൻ്റെ ഈ ഒരു ഏരിയയാണ് മക്ക അടയാളപ്പെടുത്തിയത്. അത് 2 ഭാഗത്തായിട്ടാണ് ചെങ്കടലും ഖുറാസാനും വരുന്നത്. ചെങ്കടൽ കണ്ടോ, ഈ ഒരു ചെറിയൊരു ഭാഗം കണ്ടോ ഇവിടെ, ഇത് കടലാണ്, ഒഴിഞ്ഞടക്കുക. 2 കര അപ്പുറം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കണ്ടു പൊട്ടുപോലെ, അതാണ് ചെങ്കടലായിട്ട് അടയാളപ്പെടുത്തുന്നത്. ആ ഭാഗവും മറക്കരുത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ പറയുന്ന മറ്റൊരു ഭാഗമാണ് കൈറോയും ഫുസ്റ്റാറ്റ് എന്ന് പറയുന്ന ഭാഗവും. എന്താണ് കൈറോയുടെയും ഫുസ്റ്റാറ്റിൻ്റെയും പ്രത്യേകത? ഈജിപ്തിൻ്റെ തലസ്ഥാനമാണ് കൈറോ. ഈജിപ്തിൻ്റെ ആദ്യ തലസ്ഥാനമായിട്ടാണ് ഫുസ്റ്റാറ്റിന് അറിയപ്പെടുന്നത്. രണ്ടും ഒരു സ്ഥലം തന്നെയാണ്. രണ്ടും ഏകദേശം ഒരു ഭാഗത്ത് തന്നെ അടയാളപ്പെടുത്തിയാൽ മതിയാകും, നമുക്കത് മാർക്കാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിൽ ചോദിക്കുന്ന മറ്റൊന്നാണ് ഡമാസ്കസ്, അതുപോലെ തന്നെ പേർഷ്യൻ അല്ലെങ്കിൽ ഗൾഫ് എന്ന് പറയുന്ന ഭാഗം. ഇത് ഉമയ്യദ് ഖലീഫമാരുടെ തലസ്ഥാനമായിട്ടാണ് ഡമാസ്കസിനെ അറിയപ്പെടുന്നത് എന്നുള്ളതും മറക്കരുത്. ഇത് രണ്ടും ഏകദേശം എവിടെയുള്ളതെന്നുള്ളത് ചോദിച്ചാൽ, ഡമാസ്കസ് ആണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ, പേർഷ്യൻ ഇവിടെയും ഡമാസ്കസ് ഈ ഒരു ഏരിയയിലുമാണ്. ഇന്ത്യ ഇവിടെയാണെന്നുള്ളതും മറക്കരുത്. ഇന്ത്യ വെച്ച് തന്നെ ഈ ലാൻഡ് മാർക്ക് ചെയ്ത് മുൻപോട്ട് പോവുക. അപ്പോൾ ഒന്നും കൂടെ കാര്യങ്ങൾ സിമ്പിളായിരിക്കും. ഇനി 4-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മറ്റൊന്നാണ് നിഷാപൂർ, അതുപോലെ തന്നെ സമർഖണ്ഡ് എന്ന് പറയുന്ന ഭാഗം, അതുപോലെ തന്നെ ഗസ്നി എന്ന് പറയുന്ന ഭാഗവും. ഇത് 3ഉം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ കുറച്ച് മുകളിൽ വലത്തുഭാഗത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു ഏരിയയാണ്. ഇവിടെയാണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന സമർഖണ്ഡ്, അതുപോലെ നിഷാപൂർ, ഗസ്നി എന്ന് പറയുന്ന പ്രദേശവും വരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ദക്ഷിണ അമേരിക്ക, പോർച്ചുഗൽ, മെക്സിക്കോ, സ്പെയിൻ എന്നിവയാണ്. ഇത് സ്പെയിൻ എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളതും, പോർച്ചുഗൽ എവിടെയാണെന്നുള്ളതും, ദക്ഷിണ അമേരിക്ക എവിടെയാണുള്ളതും, മെക്സിക്കോ എവിടെയാണെന്നുള്ളതും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മാപ്പിൽ നിന്ന് മനസ്സിലാവും. മുൻപത്തെ പോലെ ഇന്ത്യയിൽ നിന്ന് കുറച്ചധികം അകലത്തേക്ക് ഈ പ്രദേശവുമായിട്ട് നമുക്ക് പോകേണ്ടതായിട്ട് വരും. ഏകദേശം പോർച്ചുഗലിൽ വരുന്നത് ഈ ഒരു ഭാഗമാണ്, സൗത്ത് അമേരിക്ക വരുന്നത് ഈ ഒരു ഭാഗമാണ്, മെക്സിക്കോ ഇവിടെയാണ്, സ്പെയിന് ഇവിടെയാണ്, ഇന്ത്യ ഉള്ളത് ഇവിടെയാണ്. ഏകദേശം ഇത്രയും അകലത്താണ് കിടക്കുന്നത്. എവിടെയാണെന്നുള്ളത്, ഈ മാപ്പിൻ്റെ ഏതു ഭാഗത്താണ് ഈ പറഞ്ഞ ഭാഗം ഉള്ളതെന്ന് ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ട് പോവല്ലാതെ മറ്റൊരു നിവൃത്തി, ഇത് കാണാണ്ട് പഠിച്ചു പോകാന്നുള്ളത് ഇതിൻ്റെ ഒരിക്കലും ബുദ്ധിക്ക് യോജിക്കുന്ന ഒരു സംഭവമല്ലെന്ന് മനസ്സിലാക്കേണ്ടത് ബോയ്സ് അല്ല, ഗേൾസാണ് പലപ്പോഴും കാണാതെ പഠിച്ചിട്ട് പോവുക. കാണാതെ പഠിച്ച് പോകരുത് മാപ്പ്, അതിൽ നിന്ന് മാർക്ക് മേടിക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് പറയാനുള്ളത് ആസ്റ്റിക് പ്രദേശം, മായൻ പ്രദേശം, ഇൻക പ്രദേശം എന്നിവയാണ്. ഏകദേശം എല്ലാം ഒരു ഭാഗത്താണെങ്കിലും നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് ഇനിക്കയുള്ളത് ഇവിടെയാണ്, മായൻ പ്രദേശമുള്ളത് ഇവിടെയാണ്, ആസ്റ്റിക്കൻസ് ഉള്ളത് ഇവിടെയാണ്. ഈ 3 ഭാഗവും ഈ ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇത്രയും ലോങ് ആണെന്നുള്ളതും നമ്മളെ മൈൻഡിൽ വേണം. അങ്ങനെയാണെങ്കിൽ മാപ്പ് കണ്ടാൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും മറക്കരുത്. ഈ പ്രദേശങ്ങളെയാണ് പറയാനുള്ളത്. ഇത്രയും ഭാഗമേ ആദ്യം നമുക്ക് ഈ ഒരു
+2 മാപ്പുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ഇതൊരിക്കലും മറക്കരുത്. ഇത്രയും ഭാഗമെങ്കിലും പഠിച്ചിട്ട് പോകണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ ഞാൻ നമ്പർ ചൂടെ കൊടുക്കുന്നുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. നമുക്ക് മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. എല്ലാവരും ഭംഗിയായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ.